ഹേ ഗായ്സ്, ഇന്ന് നമുക്കൊരു കാൻഡിൽ ഹോൾഡർ ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കുറച്ച് ബാംബൂ സ്റ്റിക്സ് വേണം. 20 സെൻറ്റിമീറ്ററിൻ്റെ ഒരു 6 ബാംബൂ സ്റ്റിക്സും 10 സെൻറ്റിമീറ്ററിൻ്റെ ഒരു 6 ബാംബൂ സ്റ്റിക്സും അതുപോലെ 7.5 സെൻറ്റിമീറ്ററിൻ്റെ ഒരു 18 ബാംബൂ സ്റ്റിക്സും കൂടി വേണം. അപ്പോൾ നമുക്ക് അതിൽ ആദ്യം 10 സെൻറ്റിമീറ്ററിൻ്റെ 6 ബാംബൂ സ്റ്റിക്സ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ നമ്മൾ ഹെക്സഗൺ ഷേപ്പ് നമ്മൾ ഒന്ന് എടുക്കണം. അതായത് ഇതിൽ കാണിക്കുന്ന പോലെ ഒരു ഹെക്സഗൺ ഷേപ്പിൽ നമ്മൾ ആ ഒരു ബാംബൂ സ്റ്റിക്സിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മുടെ ഹോട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ടോ B700ൻ്റെ ആ ഒരു ഗ്ലൂ വെച്ചിട്ടോ ചെയ്യാം. ഹോട്ട് ഗ്ലൂ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. മറ്റേത് ഒട്ടാനൊക്കെ കുറച്ച് ടൈം എടുക്കുമായിരിക്കും. ഇത് തന്നെ നമ്മൾ കുറേ നേരം നിന്നിട്ടാണ് ചെയ്തത്. പിന്നെ ഈ വീഡിയോയിൽ നിങ്ങൾ ഒന്നിൽ കൂടുതൽ കൈകൾ കാണാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാനും എൻ്റെ കസിനും കൂടി നിന്നിട്ടാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ മറ്റേ 7.5 സെൻറ്റിമീറ്ററിൻ്റെ ബാംബൂ സ്റ്റിക്ക് ഉണ്ടല്ലോ, അത് നമ്മൾ ഈ ഇതിൽ കാണുന്നത് പോലെ എല്ലാ സൈഡ്സിലും ഇതുപോലെ കോണാക്കി വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ഇതിലെല്ലാം ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഹോട്ട് ഗ്ലൂ ഗണ്ണാണ്. എന്നിട്ട് നമ്മളതൊരു 18 ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ ബാക്കി ഇതിൽ കാണുന്നത് പോലെ നമ്മൾ ആ ചെയ്തെടുത്ത ആ ഒരു കോൺസ് ഉണ്ടല്ലോ, അതിൻ്റെ മേളിൽ കൂടെ ഇതുപോലെ ഒന്ന് ക്രോസ് ആക്കി ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ പറയുന്നത് മനസ്സിലായില്ലെങ്കിലും എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവുമെന്ന്. ഇതിൽ കാണുന്നത് പോലെ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതുപോലെ എല്ലാ സൈഡ്സിലും ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളെടുത്ത ആ ഒരു 18 കംപ്ലീറ്റ് ആവും. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് മറിച്ചിടുക. എന്നിട്ട് അതിൻ്റെ ഷേപ്പിൽ നമ്മൾ ഒരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തിട്ടെടുക്കുക. എന്തെങ്കിലും കട്ടിയുള്ള ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. ഫോം ബോർഡൊന്നും എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഞാനിതിൽ കാർഡ്ബോർഡാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ എഡ്ജസ് ഒന്ന് ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ സെലോ ടേപ്പ് യൂസ് ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ വെച്ചിരിക്കുന്നല്ലോ, ഞാനിതിൽ കാണിക്കുന്ന പോലെ ഇങ്ങനെയാണ് നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ഞാൻ ഹോട്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ 20 സെൻറ്റിമീറ്ററിൻ്റെ ബാംബൂ സ്റ്റിക്സ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതിൽ കാണുന്നത് പോലെ ഇങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞു ഇതിൽ ഒന്നിൽ കൂടുതൽ കൈകൾ കാണുമെന്ന്. ഒരാളുടെ ഹെൽപ്പും കൂടി ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. സോ ഇതിൽ കാണുന്ന പോലെ ചെയ്തെടുക്കുക. ഞാൻ ഇതിൽ സ്പ്രേ പെയിൻ്റ് ആണ് അടിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് സ്പ്രേ പെയിൻറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ഏത് പെയിൻറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ ഒരു റിബൺ എടുക്കുക. ഞാൻ റിബൺ ഒട്ടിക്കാൻ വേണ്ടി B700ൻ്റെ ഗ്ലൂ ആണ് എടുത്തത്. ഇതുപോലെ കുഞ്ഞ് ഒരു ബോ പോലെ ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ എല്ലാ ഇതുപോലത്തെ സൈഡ്സിലും ഞാനിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് തികച്ചും ഓപ്ഷണലാണ്, ചെറിയൊരു ഭംഗിക്ക് വേണ്ടി ചെയ്തതേ ഉള്ളൂ. എന്നിട്ട് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തൊരു ക്യാൻഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. എൻ്റെ അടുത്ത് ക്യാൻഡിലോ അല്ലെങ്കിൽ ക്യാൻഡിൽ പോലത്തെ ലൈറ്റോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു ബോട്ടിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങൾക്ക് ഇതുപോലെ ക്യാൻഡിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും പിന്നെ ഇതെങ്ങനെ ഉണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഓക്കെ, താങ്ക് യു ഗൈസ്. അടുത്ത വീഡിയോ കാണാം.